ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് കൊളുത്തേണ്ടുന്ന ഒരു ദീപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ദീപം കൊളുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ഭഗവാൻ ഗുരുവിൻ്റെ കടാക്ഷം ലഭിക്കുക. ഗുരുഭഗവാന്റെ കടാക്ഷം ലഭിച്ചാൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമായിട്ട് വരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വൈകിട്ട് ഒരു 5:30-ക്ക് ശേഷം രാത്രി 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ മൺവിളക്കുണ്ടെങ്കിൽ ഒരു ചെറിയ മൺവിളക്ക് എടുക്കുക. അതിലോട്ട് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് തന്നെ ഒഴിക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു തിരിയിടുക. തിരിയിടുമ്പം ആ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണവും കൂടി ആ ദീപത്തിലിടണം. സാധാരണ വലിയ മഞ്ഞൾ കഷ്ണമായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അത് ഒടിച്ച് ചെറുതാക്കിയ ദീപത്തിൽ കൊള്ളുന്നത് പോലെ ഇട്ടാൽ മതിയാവും. അതിനുശേഷം ആ ഒരു ദീപം കൊളുത്തി നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുക. നമ്മുടെ ഹോളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെച്ചാൽ മതിയാവും. ദീപം കൊളുത്തുമ്പം നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ദീപം കൊളുത്തി അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണു ലക്ഷ്മി നാരായണന്മാരുടെ ഏരിയയാണ് നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത്. ഈ ഒരു ദീപം നമ്മൾ കൊളുത്തി അത് തന്നെ അണയാൻ വിടണം, നമ്മളായിട്ട് അണയ്ക്കരുത്. ഇത് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുവഴി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലക്ഷ്മി നാരായണ കടാക്ഷവും തീർച്ചയായും നമുക്ക് ലഭിക്കും. നാളെ ഈ വർഷത്തിലെ ഏറ്റവും മഹനീയമായിട്ടുള്ള കൃഷ്ണപിംഗള ചതുർത്ഥിയാണ്. നാളത്തെ ദിവസം ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണേണ്ടവരൊക്കെ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ വീഡിയോ കാണാം.